السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم. وللمطلقات متاع بالمعروف حقا على المتقين. كذلك يبين الله لكم آياته لعلكم تعقلون. നമ്മള് സൂറത്തുൽ ബഖറ 239 ആയത്തുകൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. 240, 241, 242 ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ത്വലാഖിനെ കുറിച്ചും ഇദ്ദയെക്കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ സ്വലാത്തിലേക്ക് മാറിയതായിരുന്നു. നമ്മൾ മാറിയതല്ല, ഖുർആൻ മാറിയതാണ്. അങ്ങനെ മാറുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. അത് പരിശുദ്ധ ഖുർആനിന്റെ അവ്യവസ്ഥാപിതത്വമാണ് എന്ന് എതിരാളികളായ ആളുകൾ പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അത് ഖുർആനിന്റെ വ്യവസ്ഥയാണ് എന്ന് ഖുർആൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ രീതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ബോധ്യമാകുന്ന കാര്യമാണ്. പിന്നെ ഇസ്ലാം ആകുന്ന ജീവിത വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആത്മീയവും ആരാധനയും കുടുംബജീവിതവും മറ്റെല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഒരേ ചരടിൽ കോർത്ത് കൊണ്ട് അവതരിപ്പിക്കുക എന്നതാണ്. അപ്പൊ നമ്മുടെ സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അതിന്റെ ഒരു നട്ടെല്ലും ഒരു നാരായ വേരുമാണ്. ഓരോ ദിവസവും ഹാഫിളു അല സ്വലവാത്ത് വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. നമ്മൾ വേണ്ടത് ഓരോ ദിവസവും ആ ദിവസത്തെ പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ, അഥവാ എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇന്നിപ്പോ എവിടെയൊക്കെ പോകാനുള്ളത്, എവിടെയെങ്കിലും പോകാനുണ്ടോ, ഇന്നത്തെ കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ രാവിലെ പ്ലാൻ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ സ്വലാത്തുമായിട്ട് ബന്ധിപ്പിക്കണം. അപ്പൊ ഇന്നത്തെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം. സ്വലാത്ത് എന്ന് പറഞ്ഞാല് നിസ്കാരം. ഹയ്യ അല സ്വലാ, അല്ലെ, അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്നാണ് സ്വലാത്ത്. നമ്മളതിന് മലയാളത്തില് നിസ്കാരം എന്ന് പറയുന്നവരുണ്ട്, നിക്കാരം എന്ന് പറയുന്നവരുണ്ട്, നല്ല ഭാഷയിൽ നമസ്കാരം എന്ന് പറയുന്നവരുണ്ട്. ഈ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് നിസ്കാരം എന്ന് തന്നെ എഴുതി വെക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത, എന്തായാലും നമുക്ക് മനസ്സിലാവുന്നത് 5 വക്ത് നിർബന്ധമാക്കിയിട്ടുള്ള ആ കർമ്മം ഉണ്ടല്ലോ, നിയ്യത്ത് മുതൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ നമ്മൾ സലാം വീട്ടുന്നത് വരെയുള്ള പ്രത്യേകമായ ആ ഒരു ആരാധനയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴോ ളുഹറിന്റെ സമയമാവുന്നു, അങ്ങനെ നിസ്കരിക്കുന്നു, പിന്നെ എപ്പോഴോ അസ്റാകുന്നു, അങ്ങനെ അല്ല.
നമ്മൾ ആദ്യം തന്നെ ഓരോ ദിവസവും നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഇന്നത്തെ ലോഹർ എവിടെ നിന്നാണ്, ഇന്ന് അസർ എവിടെ നിന്നാണ്. ചിലപ്പോൾ അത് തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാവുക. ചിലപ്പോൾ നമ്മളെ യാത്ര അങ്ങോട്ട് മാറുമ്പോൾ, നമ്മളെ പ്രോഗ്രാംസ് മാറുമ്പോൾ, നമ്മളെ വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോ എന്നൊക്കെ അങ്ങോട്ടും ചെറിയ, പക്ഷെ എന്നാലും രാവിലെ അതിനെക്കുറിച്ച് എന്ത് വേണം, ഒരു ബോധം വേണം. അപ്പൊ നമുക്ക് ചില സമയത്ത് ജംഉ തഖീർ എന്ന് പറഞ്ഞാൽ അടുത്ത വക്തിനോട് ചേർത്ത് നിസ്കരിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നിസ്കരിക്കുമ്പോഴും ആ വക്തിൽ തന്നെ നിയ്യത്ത് വേണം. മനസ്സിലാവുന്നുണ്ടോ? ലോഹർ അസറിന്റെ കൂടെ നിസ്കരിക്കാം, ജമ്മാക്കി നിസ്കരിക്കേണ്ട സാഹചര്യത്തിൽ. പക്ഷെ ലോഹറിന് തന്നെ ഓർമ്മ വേണം, എന്ത്, ഞാൻ അസറിന്റെ കൂടെ നിസ്കരിക്കുന്നു. അല്ലാണ്ട് ലോഹറിന് ഗഫലത്തിലായി, അതൊന്നും ഓർമ്മയില്ല, അങ്ങനെ നടന്ന് കുറെ കഴിഞ്ഞപ്പോ അസറാങ്ങും കൊടുത്ത് മരുവാങ്ക് എടുക്കാൻ നേരത്ത് മോന്തി ആയപ്പോ അന്നിപ്പോ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് ഗഫലത്താണ്. അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, യുദ്ധവേളയിൽ പോലും ഖൗഫിന്റെ നേരത്ത് പോലും ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറയണ്ടായി. ഇനി നമ്മൾ തിരിച്ചെന്ന് പറയേണ്ടതില്ല, കാരണം ഇതിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ എന്തിലേക്ക് തന്നെ വരികയാണ്, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യത്തിലേക്ക് തന്നെ വരികയാണ്. വല്ലദീന യതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകൾ, വഫാത്ത് എന്നാണ് പറയുന്നത്. യതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് മരിച്ചു പോകുന്ന ആളുകൾ എന്നതാണ്. അപ്പോ മൗത്ത് എന്നല്ല പ്രയോഗിച്ചത്, വഫാത്ത് എന്നാണ്. ഈ വഫാത്ത് എന്ന് പറഞ്ഞാല് ശരിക്ക് നേർക്കുനേരെ മരണം എന്ന വാക്കർത്ഥമല്ല അതിനുള്ളത്. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ദിവംഗതനായി, അല്ലെ? ദിവംഗതനായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ കാലം ചെയ്തു, അല്ലെങ്കിൽ ആനയൊക്കെ ആണെങ്കിൽ ചെരിഞ്ഞു, തീപ്പെട്ടു, അങ്ങനെ അതൊക്കെ ഓരോ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോ ചില കുട്ടികൾ ഒരു പടമായി, അല്ലേ? അത് ന്യൂജൻ ഭാഷയാണ്, പടമായി. പടം എന്നുവെച്ചാൽ ഫോട്ടോയിലായി, ഇനിയിപ്പൊ നേർക്കുനേരം ഉണ്ടാവൂല എന്നർത്ഥം. അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ എന്താന്ന് ചോദിച്ചാൽ നേർക്കുനേരെ അതല്ല അർത്ഥം. പക്ഷെ നമുക്ക് മനസ്സിലാവും, ഓൻ തീർന്നു എന്നൊക്കെ പറയൂലേ, കഥ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. മനുഷ്യന്റെ ജീവിതം തന്നെ ഒരു കഥയാണ്, കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. അപ്പോ വല്ലദീന യതവഫൗന മിൻകും, നിങ്ങളിൽ നിന്ന് ഇഹലോകവാസം വെടിയുന്ന ആളുകൾ, വയദറൂന, അവർ വിട്ടുപോകുന്നു, അസ്വാജ, അവരുടെ ഭാര്യമാരെ വിട്ടുപോകുന്നു, ഭാര്യമാരെ വിട്ടുപോകുന്നു. പല സ്ഥലത്തും ഈ ഭാര്യമാർന്നാണ് കേട്ടോ പറയുന്നത്, ബഹുവചനത്തിലാണ് ഇത് പറയുന്നത്. എന്താണ് പുരുഷന്മാരെ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത്? ഭാര്യയെ വിട്ടുപോവാന്നല്ല പറയുന്നത്, ഭാര്യമാരെ വിട്ടുപോകുന്നു. വസിയ്യത്തൻ, അപ്പോൾ എന്ത് ചെയ്യണം? വസിയ്യത്ത് ചെയ്യണം. ഇവിടെ ചെയ്യണം എന്നൊന്നുമില്ല, ചെയ്യണം എന്നൊന്നും പറയണ്ട, പറയാതെ തന്നെ അത് മനസ്സിലാവും. ഞാൻ ആദ്യമേ പറയാറുണ്ട്, നമ്മളെ ഒരുപാട് ക്ലാസ്സുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിന്റെ ഒരു ശൈലി എന്താന്ന് ചോദിച്ചാൽ പറയാതെ മനസ്സിലാവുന്നത് പിന്നെ പറയില്ല, പറയാണ്ട് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം പറയൂല. നമ്മുടെ സംസാര ഭാഷയുടെ സൗന്ദര്യം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? പറയാതെ മനസ്സിലാവുന്ന കാര്യം പിന്നെ പറയാതിരിക്കുക എന്നുള്ളതാണ്. പറയാണ്ട് തന്നെ മനസ്സിലാവുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതിന്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുത്തും. അങ്ങനെയുണ്ട്. അപ്പൊ സംസാരത്തിന്റെ സൗന്ദര്യം വാക്കുകൾ എന്താക്കലാണ്? ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ കുറയ്ക്കുക എന്നതാണ്. അപ്പോ അത് കുറച്ചും കൂടി കുറയും, ഒരു കവിതയൊക്കെ ആവും. അപ്പൊ കവിത്വം ഉള്ള ഭാഷ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ കുറയാണ് ചെയ്യാം. അപ്പോ ഇവിടെ പറയണത് എന്താന്ന് ചോദിച്ചാൽ വയദറൂന അസ്വാജ, ഭാര്യമാരെ വിട്ടുപോകുന്നവർ, വസിയ്യത്തൻ, വസിയ്യത്ത് ചെയ്യണം, ലി അസ്വാജിഹിം, അവരുടെ ഭാര്യമാർക്ക്, മതാഅൻ ഇലൽ ഹൗൽ. മതാഅ് എന്ന് പറഞ്ഞാൽ, മതാഅ് എന്ന് പറയുന്നത് എന്താണ്? മതാഅദ് ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. മതാഅ് എന്ന് പറയുന്നത് വിഭവം എന്ന അർത്ഥത്തിലാണ്, ജീവിത വിഭവം, അതിനാണ് മതാഅ്. ഇലൽ ഹൗൽ, ഹൗൽ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു കാലയളവാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം,
ഒരു കൊല്ലത്തേക്കുള്ള ജീവിത വിഭവം വസിയ്യത്ത് ചെയ്യണം എന്നാണ്. അസ്സലാമു അലൈക്കും. ഒരു കൊല്ലത്തേക്കുള്ള ജീവിത വിഭവം വസിയ്യത്ത് ചെയ്യണം. ഗൈറ ഇഖ്റാജ്. ഗൈർ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ പഠിക്കുമ്പോഴേ നമ്മൾ പഠിച്ചതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒഴികെ എന്നാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അപ്പോഴാണ് നമ്മൾ ഗൈർ പഠിച്ചത്, അവിടുന്ന് പഠിക്കുന്നുണ്ട്. ഗൈർ എന്ന് പറഞ്ഞാൽ ഒഴികെ എന്നാണ്. അപ്പോൾ ഭാര്യമാർക്ക് ഒരു കൊല്ലത്തേക്ക് ഉള്ള ജീവിത വിഭവം വസിയ്യത്ത് ചെയ്യണം. ഗൈറ ഇഖ്റാജ്. വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യരുത്. വീട്ടിൽ നിന്ന് പുറത്താക്കാതെ. ഫഇൻ ഖറജ്ന. ഇനി അവർ പുറത്തു പോവുകയാണെങ്കിൽ ഫലാ ജുനാഹ. കുറ്റമില്ല. അലൈക്കും. നിങ്ങളുടെ മേൽ. ഫീമാ ഫഅൽന. ഫീമാ ഫഅൽന. അവർ ചെയ്യുന്നതിൽ. ഫീ അൻഫുസിഹിന്ന. അവരുടെ കാര്യത്തിൽ. മിൻ മഅറൂഫ്. ന്യായമായിട്ട്. വല്ലാഹു അസീസുൻ ഹകീം. അല്ലാഹു അസീസ്, പ്രതാപവാനാണ്, യുക്തിമാനാണ്. ഇനി ഇതിന്റെ കുറച്ചും കൂടി വിശദാംശങ്ങളിലേക്ക് പോകാം. കേട്ടോളൂ. ഒന്നാമതായിട്ട് ഇത് അനന്തരാവകാശ നിയമങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇടക്കാല നിയമമാണ്. നമ്മൾ വസിയ്യത്തിന്റെ നിയമം വേറെയും മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വസിയ്യത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനന്തരാവകാശികൾക്കുള്ള സ്വത്ത് വിഹിതം കൃത്യപ്പെടുത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു നിയമമാണ് വസിയ്യത്ത്. പിന്നീട് അള്ളാഹു തന്നെ വസിയ്യത്ത് ചെയ്തു. ആദ്യം അള്ളാഹ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വസിയ്യത്ത് ചെയ്യണം, സ്വത്ത് വിട്ടേച്ച് പോകുന്നവരെ വസിയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു തന്നെ വസിയ്യത്ത് ചെയ്തു. എന്താണ് അള്ളാഹുവിന്റെ വസിയ്യത്ത്? മക്കൾക്ക് എത്രയാണ്, ഭാര്യക്ക് എത്രയാണ്, ഭർത്താവിന് എത്രയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അള്ളാഹു വസിയ്യത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അനന്തരാവകാശികൾക്ക് വസിയ്യത്ത് ചെയ്യരുത്. കാരണം എന്താ? ആ വസിയ്യത്ത് ആര് ചെയ്തു? അള്ളാഹ് ചെയ്തു. അപ്പൊ പിന്നെ ആ വസിയ്യത്ത് നിയമം അനന്തരാവകാശികളല്ലാത്തവർക്ക് പരിമിതപ്പെട്ടു. നന്നായി മനസ്സിലാക്കണേ. വസിയ്യത്ത് നിയമം പരിപൂർണമായി ഉപേക്ഷിക്കുകയല്ല. ആദ്യം വസിയ്യത്ത് ചെയ്യാൻ പറഞ്ഞത് ആർക്കാണോ അവർക്ക് അള്ളാഹു തന്നെ വസിയ്യത്ത് ചെയ്തു. മക്കൾക്ക് ഇത്ര കൊടുക്കണം, ഭാര്യക്ക് ഇത്ര കൊടുക്കണം, ഭർത്താവിന് ഇത്ര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് വസിയ്യത്ത് ചെയ്ത കാര്യം തിരുത്തി വസിയ്യത്ത് ചെയ്യാൻ പടപ്പുകൾക്ക് പറ്റൂല. എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം കൃത്യപ്പെടുത്തി. പക്ഷേ വസിയ്യത്ത് ഇനിയും ചെയ്യാം. ആർക്ക് ചെയ്യാം? അനന്തരാവകാശികൾ അല്ലാത്തവരുണ്ടാവും. നമ്മളിൽ നിന്ന് സ്വത്ത് കിട്ടേണ്ടവരായിട്ടുള്ളവരുണ്ടാകും. അവർക്ക് വസിയ്യത്ത് ചെയ്യാം. ചെയ്യാന്ന് മാത്രമല്ല, ചെയ്യണം. അത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയായിട്ട് തന്നെ പാലിക്കണം. അപ്പൊ അവിടെയാണ് മരിച്ച മക്കളുടെ മക്കൾക്ക് വസിയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്ത് എൻ്റെ അനന്തരാവകാശികൾക്ക് കിട്ടും. എൻ്റെ അനന്തരാവകാശി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനും മോളും ഭാര്യയും ഒക്കെയാണ്. പക്ഷെ ഞാൻ മരിക്കണതിന് മുന്നേ തന്നെ എൻ്റെ മോൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ എൻ്റെ മോന്റെ സ്വത്ത് എനിക്ക് കിട്ടുക എന്നല്ലാതെ എൻ്റെ സ്വത്ത് പിന്നെ ഓന് കിട്ടൂലല്ലോ. കാരണം ഇല്ലല്ലോ. അപ്പൊ എൻ്റെ മോന് സ്വത്ത് കിട്ടാത്തത് കൊണ്ട് തന്നെ എൻ്റെ മോന്റെ മോന് ആ സ്വത്ത് കിട്ടൂല. അപ്പൊ എന്താവണം എന്ന് വെച്ചാൽ, എൻ്റെ മോന് കുറെ മക്കളുള്ളതിൽ ഒരു മോൻ മരിച്ചു പോയാൽ ആ മോന്റെ കുട്ടികൾക്ക് ഞാൻ വസിയ്യത്ത് ചെയ്യണം. കാരണം അതെന്റെ അനന്തരാവകാശി അല്ല. പക്ഷെ അനന്തരാവകാശി അല്ലെങ്കിലും എൻ്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ എൻ്റെ മോന്റെ കുട്ടികൾ എന്നുള്ള നിലക്കുള്ള ഒരു പരിഗണന എന്നതാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, അല്ലാത്ത പല വിഷയങ്ങളിലും സ്വത്ത് വസിയ്യത്ത് ചെയ്യേണ്ടുന്ന ആവശ്യം വരും. ചിലപ്പോ എൻ്റെ വീട്ടില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, കാലങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു വകയിലെ അമ്മായിയോ അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടാവും. പണ്ടൊക്കെ അങ്ങനെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അവനാന്റെ ഉമ്മാര് തന്നെ പുരയിലില്ലാത്ത കാലാണ്. പക്ഷെ പണ്ട് അങ്ങനല്ല.
ഉമ്മച്ചിയെന്ന് വിളിക്കുന്ന, അല്ലെ അമ്മായി എന്ന് വിളിക്കണ, അല്ലെ മൂത്തമ്മ എന്ന് വിളിക്കണ. ഇപ്പൊ ഏത് വകയിലാ അതിപ്പോ മൂത്തമ്മ എന്ന് വെച്ച് നോക്കിയാല് അതൊന്നും അറിഞ്ഞൂടാ, ഏതോ ഒരു മൂത്തമ്മയാണ് എന്ന് പറയുന്ന അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരുടെ കൂടി അധ്വാനവും അവരുടെ കൂടി പ്രാർത്ഥനയും അവരുടെ കൂടി ഇഷ്ടവും ഒക്കെ കൊണ്ടാണ് നമ്മളെ വീട് കഴിഞ്ഞു പോയത്. നമ്മളെ മക്കളെ നോക്കിയതുപോലെ ആയിരിക്കും, അല്ലെ നമ്മളെ നോക്കിയതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ വീട് നോക്കിയതുപോലെ ആയിരിക്കും. പക്ഷെ നിയമപ്രകാരം അവർക്ക് എന്റെ സ്വത്തിൽ നിന്ന് ഒന്നും കിട്ടൂല. അപ്പോ നമ്മളെ നിയമം എന്താണ്? അത്തരം ആളുകൾക്ക് നമുക്ക് വസിയത്ത് ചെയ്യാം ഇയാൾക്ക് എന്ന് പറയും. കാരണം അനന്തരാവകാശിയല്ല. അപ്പൊ അനന്തരാവകാശി അല്ലാത്തവർക്ക് വേണ്ടി ആ വസിയത്ത് നിയമം പരിമിതപ്പെട്ടു. ഇതുപോലെ ഇവിടെ ഭാര്യമാർക്ക് ഉള്ള വിഹിതം പറയുന്ന ആയത്തിറങ്ങുന്നതിന്റെ മുന്നെയാണ് ഇങ്ങനെ ഒരു നിയമം. അഥവാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവള് ഇരിക്കണ്ടേ? എത്ര ഇരിക്കണം? 4 മാസവും 10 ദിവസവും ഇരിക്കണം. ഈ 4 മാസവും 10 മാസവും ഇരിക്കുമ്പോൾ അവരെങ്ങനെ ജീവിക്കും? അപ്പൊ അത് ഇയാൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇയാൾ വസിയത്ത് ചെയ്യണം. പക്ഷെ 4 മാസവും 10 ദിവസവും കഴിഞ്ഞ് 11ാമത്തെ ദിവസം ഇവിടെ കല്യാണം വേറെ കഴിഞ്ഞോളണമെന്നില്ലല്ലോ. അപ്പോ കാരണം കഴിഞ്ഞോളണമെന്നില്ല എന്നല്ല, കഴിയൂല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇദ്ദയിലായിരിക്കെ വിവാഹാലോചന പറ്റൂല. പിന്നെ 4 മാസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് 11ാം ദിവസം രാവിലെ തന്നെ വന്ന ഒരാൾ പെണ്ണുണ്ട് കല്യാണം ഉറപ്പിച്ചു, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അപ്പൊ അതുകൊണ്ട് 1 വർഷക്കാലം എങ്കിലും അവരെ സംരക്ഷിക്കണം എന്ന് ഇയാൾ വസിയത്ത് ചെയ്യാം. അങ്ങനെ വസിയത്ത് ചെയ്താൽ ഇവൾക്ക് എന്താണ്? അവിടെ താമസിക്കുക. പിന്നെ അവളുടെ കാര്യം ഒരു തീരുമാനക്കാവാനുള്ള ഒരു സാവകാശം നിന്നും കിട്ടും. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അനന്തരാവകാശ നിയമം പിന്നീട് വിശദമായി പഠിപ്പിച്ചപ്പോ പിന്നെ ഇതിന്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഭർത്താവ് മരിച്ചാൽ ഓൾറെഡി കുട്ടികൾ ഉണ്ടെങ്കിൽ 8-1, കുട്ടികളില്ലെങ്കിൽ 4-1 ഒക്കെ ഇവന്റെ സ്വത്തിന് ആരവകാശിയാണ്? അവളവകാശി. അപ്പൊ പിന്നെ ആ വീട് ഭർത്താവിന്റെ വീടായിരുന്നെങ്കിൽ ആ വീട്ടിൽ തന്നെ ഇവൾക്ക് അവകാശമുണ്ട്. പിന്നെ ഇവളുടെ ഒരു പ്രയാസം ഉണ്ടാവേണ്ട കാര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. അതേസമയം ഇനിയും മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം അങ്ങനെ മാറി വന്നാൽ, അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിപ്പോ നിയമം ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടനുസരിച്ചാണ് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് എന്തിനാ അത്? എന്നാ പിന്നെ ഈ ആയത്ത് വേണ്ടായിരുന്നല്ലോ, പണ്ടത്തെ ആയത്തല്ലേ, അതങ്ങ് ഒഴിവായിക്കൂടായിരുന്നോ എന്ന് ഒരു പക്ഷേ നമ്മുടെ അറിവുകേട് കൊണ്ട് തോന്നാം. പക്ഷെ സാഹചര്യം മാറി വന്നാൽ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ നമുക്ക് ഈ നിയമം വീണ്ടും പ്രാവർത്തികമാക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അപ്പോഴേക്ക് ഈ സാഹചര്യം, ഈ ആയത്ത് നമുക്ക് അവിടെ ഫിറ്റാവും. 2 നിലക്കാണ്. ഒന്ന്, ഇങ്ങനെയാണ് ഈ നിയമം വന്നത് എന്നതിന്റെ ഒരു നാൾവഴി മനസ്സിലാക്കാനും, അഥവാ ഇതുപോലെ ഒരു നിയമം നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടായി എന്ന് വെക്കുക, അപ്പോഴൊക്കെ എന്താവും? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വസിയത്ത് നിയമം പിന്നെ ഇല്ലാതായി എങ്കിലും നമ്മൾ അനന്തരാവകാശ നിയമം, നമ്മുടെ പേഴ്സണൽ ലോ നടപ്പിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ വസിയത്ത് നിയമം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട അനന്തരാവകാശികൾക്കൊക്കെ അത്രയും കൃത്യതയുള്ള ഒരു വസിയത്ത് ചെയ്തിച്ചാൽ നമ്മളെ പ്രശ്നം തീർന്നു. പറയും. എന്താണ്? അത് പറ്റൂല. എങ്ങനെ അനന്തരം കൊടുക്കാതെ? അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു തോന്നുന്നു. അതായത് വസിയത്ത് എന്ന് പറയുന്നത് നമ്മള് പിന്നെ മരണാസന്നനായ സമയത്തുള്ള വസിയത്ത് 1/3 കണക്കാക്കുള്ളൂ. ബാക്കി 2ഉം ഇപ്പോ പിന്നെ 1/3 മാത്രം. 30 സെന്റ് സ്ഥലമുണ്ട്, ആ 30 ഞാൻ വസിയത്ത് ചെയ്താൽ 10 സെന്റ് ആ വസിയത്ത് ചെയ്തതിൽ കൂട്ടി 20 സെന്റ് അനന്തരാവകാശികൾക്ക് ഉണ്ടാവും. അതേസമയത്ത് ജീവിച്ചിരിക്കെ, ഞാൻ സജീവനായിരിക്കെ എനിക്ക് എന്ത് ചെയ്യാം? എന്റെ സ്വത്ത് ആർക്കും കൊടുക്കാവുന്നതാണ്. പക്ഷെ മക്കളെ അനാഥരാക്കിക്കൊണ്ട് അവരെ തെണ്ടാൻ വിട്ടുകൊണ്ട് നമ്മൾ കൊടുക്കരുത് എന്നത് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. അത് ഇസ്ലാമിന്റെ വളരെ കൃത്യതയുള്ള ഒരു നിയമമാണ്. അത് അറിഞ്ഞുകൂടാതെ പല ആൾക്കാരും പണ്ട് ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ വലിയ സ്വത്തുള്ള
ഒരാള് മുഴുവൻ സ്വത്തും പള്ളിക്ക് കൊടുക്കും. വലിയ സ്വത്തുള്ള ഒരാൾ മുഴുവൻ സ്വത്തും പള്ളിക്ക് കൊടുക്കും. എന്നിട്ട് അവരുടെ മക്കള് ആ പള്ളിപ്പറമ്പിലെ വീട്ടിലാണ് താമസിക്കുന്നത്. പള്ളിപ്പറമ്പിലെ വീട് പറഞ്ഞാൽ ഇവരെ വീട് തന്നെ, ഇവരെ വാപ്പ ഉണ്ടാക്കിയ വീടാണ്. അവിടെയാണ് ഇവർ താമസിക്കുന്നത്. അതിന് വാടക കൊടുക്കുകയാണ് അവർക്ക് പള്ളി. ഞാൻ അവിടെ പോയിട്ടുണ്ട്, വൈലത്തൂർ ഭാഗത്താണ്. അപ്പൊ അവിടെ ഇവരുടെ മുറ്റത്ത് പ്ലാവൊക്കെ ഉണ്ട്. ഇവർ ആടിനെ പോറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ആടിന് പ്ലാവിൽ നിന്ന് ഇല പറിച്ചു കൊടുത്താൽ അതിന്റെ ഒരു പൈസ ഇവരെന്ത് ചെയ്യും? പള്ളിക്ക് കൊടുക്കും. എന്ന് പറഞ്ഞാൽ പള്ളിന്റെ സ്ഥലമാണ് എന്ന നിലക്ക്. എന്നിട്ട് ഇവർക്കൊന്നും വീടില്ല, ഇവര് വാടകയ്ക്ക് കഴിയുന്നു, ഇവര് വേറെ പല സ്ഥലത്തും കഴിയും. എത്രയോ ആ പ്രദേശം മുഴുവനും ഇവരെ വാപ്പൻ്റെതായിരുന്നു. പക്ഷെ വാപ്പൻ ചെയ്തു മുഴുവനും പള്ളിക്ക്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അയാൾക്ക് ചിലപ്പോൾ കുറ്റം കിട്ടിക്കൊള്ളുന്നില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഒരാള് അയാൾക്ക് പറഞ്ഞു കൊടുക്കുക, അയാൾ പഠിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അയാൾ വലിയൊരു സംഗതിയായിട്ട് ചെയ്തതായിരിക്കും. എൻ്റെത് മൊത്തം എന്താക്കി കൊടുത്തു എന്നതായിരിക്കും. മക്കളെ യാചിക്കാൻ വിട്ടുകൊണ്ട്, അനന്തരാവകാശികളെ യാചിക്കാൻ വിട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് നിയമം. അപ്പൊ ആ നിയമം അങ്ങനെ മനസ്സിലാക്കാനും കൊടുക്കാനൊന്നും പറ്റൂല. വഖഫ് ചെയ്തൊരു സാധനം ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുക്കാൻ പറ്റൂല, കഴിയൂല. അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഇതിന്റെ ഓണർമാരല്ല, ഇതിന്റെ നടത്തിപ്പുകാരാണ്. അവർക്ക് അവരെ ഇഷ്ടത്തിനനുസരിച്ച് ആൾക്ക് കൊടുക്കാനൊന്നും പറ്റൂല. അത് സംരക്ഷിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. അവർക്ക് സ്വത്തിന്റെ മേൽ അവകാശമില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവര് വാടക വാങ്ങും. ചിലപ്പോ എന്തെങ്കിലും റിലീഫ് കിറ്റ് ഒക്കെ അവർക്ക് കൊടുക്കാം, അങ്ങനൊക്കെ അവർ കൊടുക്കും എന്ന് മാത്രം. അങ്ങനെ പല ജനങ്ങള് പല രീതിയിലുണ്ട്, പല തരക്കാരുണ്ട്. ഒരു രക്ഷിതാവിനെ എനിക്കറിയാം, അയാളുടെ മക്കൾക്ക് ഒന്നും കൊടുക്കൂല. വലിയ ധർമ്മിഷ്ഠനാണ്, നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്, എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. മക്കൾക്ക് ഒന്നും കൊടുക്കൂല. ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയാലേ ചെയ്യാവോ? അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവരെ വലുതാക്കിയിട്ടുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി അവർ സമ്പാദിക്കണം. കാരണം എനിക്ക് എൻ്റെ വാപ്പന്റെ അടുത്തൊന്നും നയാ പൈസ അന്തര സ്വത്തും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഈ കാണുന്നതെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്തോട്ടെ, ഓല് ചെറുപ്പത്തിൽ ഞാൻ കൊടുത്തു, ഓൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഡിഗ്രിക്ക് വേണ്ടി ഡിഗ്രി, ഡിപ്ലോമ വേണ്ടി ഒരു ഡിപ്ലോമ ഒക്കെ കൊടുത്തു. ഓൻ അതുവരെയുള്ള ഒക്കെ എല്ലാം ചെയ്തു കൊടുത്തു. ഇനി അവനുണ്ടാക്കണം. ഒരാളിപ്പോ ചില മനുഷ്യന്മാരങ്ങനെ ഉണ്ട്. അപ്പോ അതൊക്കെ വ്യക്തിപരമായ സംഗതിയാണ്. പറഞ്ഞത് ശരിയാന്ന് ടീച്ചർ തന്നെ പറയും. പിന്നെന്ത് ചെയ്യും? അപ്പൊ അവര് അങ്ങനെ ഒരു നിലപാടെടുത്തു. അയാൾക്ക് അങ്ങനെ ബോധം ഉണ്ടായി. പക്ഷെ അനന്തര സ്വത്ത് മക്കൾക്ക് ഇയാൾ കൊടുക്കേണ്ടിയില്ല. കാരണം ഇയാൾ മരിച്ചാൽ തന്നെ എന്താവും? അവർക്ക് കിട്ടിക്കോളും. ശരി, ഒരു മിനിറ്റ്. ഉണ്ട്. പല മദ്യനിരോധനമായിട്ട് ബന്ധപ്പെട്ട നിയമം അങ്ങനെയാണ്. ആദ്യം നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളൂ. ലഹരി ബാധിച്ചുകൊണ്ട് നിസ്കാരത്തെ സമീപിക്കരുത്. ആയത്തിപ്പോഴും ഉണ്ട്. ഒരാൾ ആ ആയത്തെടുത്ത് വെച്ചിട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ഞാൻ കുടിക്കുന്നില്ല, അല്ലാത്തപ്പോൾ കുടിക്കുന്ന വെക്കാൻ പറ്റൂല. കാരണം അത് ആദ്യത്തെ നിയമമായിട്ട് അവിടെ കിടക്കും. അപ്പോ റദ്ദാവുക മീൻസ് നടപ്പിലുള്ള നിയമം അതിന് ശേഷം വന്ന നിയമമാണ്. പക്ഷെ ആയത്ത് റദ്ദാവൂല, നിയമം റദ്ദാവും. ആ നിയമം ഇല്ല. ആ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താണ്, നിങ്ങൾ നമസ്കാരത്തെ എന്ത് ചെയ്യരുത്, ലഹരി ബാധിച്ചുകൊണ്ട് നിസ്കാരത്തെ സമീപിക്കരുത് എന്ന ആയത്ത് അവിടെ തന്നെ ഉണ്ട്. ആയത്ത് എവിടെയും പോയില്ല. പക്ഷേ ആ നിയമം ഇപ്പോഴില്ല. കാരണം ഇപ്പോഴത്തെ നിയമം എന്താണ്? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ? പൂർണ്ണമായും ലഹരി ഒഴിവാക്കുന്ന നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ നേരത്തെ നിയമം എന്താണ്? നിയമം മൻസൂഖായി എന്ന് പറഞ്ഞാൽ ആ നിയമം റദ്ദായി. പക്ഷെ അതേ സമയത്ത് ആയത്ത് അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ അതിനെ പറ്റിയ ചോദ്യം, അതെങ്ങനെ ആയത്ത് എന്തിനാ പിന്നെ അവിടെ വെച്ചത് എന്നത്. ആയത്ത് വെച്ചതിനെ കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നു, രണ്ട് കാര്യങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ഈ നാൾ വഴി ഇങ്ങനെയാണ് ഇത് എന്ന് നിയമം പഠിപ്പിക്കുക, നിയമത്തിന്റെ വിശദീകരണവും അതിന്റെ വ്യാഖ്യാനവും നൽകാൻ പോകുന്ന വരാനിരിക്കുന്ന ഭരണാധികാരികൾക്കും കാളിമാർക്കും ന്യായാധിപന്മാർക്കും ഒക്കെ ഇതിൽ നിന്ന് കിട്ടണമല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നിയമം വന്ന വഴി എന്ന് മനസ്സിലാക്കാൻ. മറ്റൊന്ന്,
സമാനമായ മറ്റൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത് വേണ്ടി വന്നേക്കാം. അങ്ങനെ വേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ അധികാരികൾക്ക്, ഉലുൽ അംറ് എന്ന് പറഞ്ഞാൽ ദീനിനെ നടപ്പിലാക്കുന്ന ആ കാലത്തെ ഖലീഫമാർക്ക് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിന്ന് ചിലത് എടുക്കേണ്ടതായി ഉണ്ടാകും. അപ്പോൾ അത് എടുക്കാവുന്നതാണ് എന്ന നിലക്കാണ്. അതെല്ലാ നിയമത്തിനും അത് ബാധകമാണ്. അത് വസിയത്ത് വസിയത്ത് ഒരു മുഅ്മിൻ പിറ്റേ ദിവസത്തേക്ക് വെക്കുകയില്ല എന്നാണ്. വസിയത്ത് ചെയ്യാനുള്ളത് ചെയ്യാതെ ഒരു വിശ്വാസി ഒരു നാൾ പോലും അന്തിയുറങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് ചെയ്യണം എന്നൊരു ബോധം ഉണ്ടായ ഫസ്റ്റ് മൊമെന്റിൽ അത് ചെയ്യണം. അപ്പൊ ചെയ്യണം. മോൻ മരിച്ചു കഴിഞ്ഞാൽ തന്നെ വാപ്പാക്ക് മനസ്സിലായി മോൻ മരിച്ചു എന്നും മോന്റെ മോൻ എന്തുണ്ടാവില്ല എന്നും സ്വത്തുണ്ടാവില്ല എന്ന് മനസ്സിലായി. അപ്പോ അയാൾ അപ്പൊ ചെയ്യേണ്ട പണിയാണത് വസിയത്ത് ചെയ്യാന്ന് പറയുന്നത്. കാരണം കുറച്ചേരം കൈയ്യെടുത്തിട്ട് ഞാനും മരിക്കാനാവുമ്പോ എന്ന് വിചാരിക്കാൻ പറ്റൂല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് രാത്രി ആയാലും രാവിലെ ആവുമെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് കടബാധ്യതകള്, വസിയത്ത് ഒന്നും രേഖപ്പെടുത്തി വെക്കാതെ ഒരു ദിവസവും അന്തി ഉറങ്ങരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കടമാണെങ്കിലും കടം നമ്മൾ സാധാരണ പള്ളിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയും മയ്യത്താണ്, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നൊക്കെ പറയും. പള്ളിയിലുള്ളവരെ കേൾക്കുള്ളൂ, അതൊരു പ്രശ്നം. ഓൻ ചിലപ്പോൾ കൊടുക്കാനുള്ളത് പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു ഇത് കേൾക്കൂല, ഓൻ കൊടുക്കാനുള്ളത് ഹിന്ദുക്കൾക്കാണെങ്കിൽ ഒരു ഇത് കേൾക്കൂല. പള്ളിയിൽ വരുന്നവർക്ക് മാത്രമേ ഇത് കേൾക്കൂ. ഓരോട് മാത്രം ബന്ധപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം അല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ അതൊക്കെ പക്ഷെ നമ്മളൊരു ആചാരം പോലെ ഇങ്ങനെ പറഞ്ഞു പോവാന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നാട്ടിൽ ഒരാളും പറയാതെ തന്നെ എൻ്റെ വീട്ടിലെ രേഖ പരിശോധിച്ചാൽ മനസ്സിലാവണം ഞാൻ ഇന്നാൾക്ക് ഇത്ര പൈസ കൊടുക്കാനുണ്ട്, എനിക്ക് ഇത്ര പൈസ കിട്ടാനുണ്ട് എന്ന് മനസ്സിലാവണം. അതാണ് ഒരു ഐഡിയൽ മുസ്ലിം എന്ന് പറയും. നമ്മളെ എൻ്റെ വീട്ടിലൊരു പച്ച ചട്ടമുള്ളൊരു ബുക്ക് ഉണ്ട്. ഇനി പോരാല് ആരും ഇല്ലാണ്ടായി പോവുകയാണെങ്കിലൊക്കെയാണ് വന്ന് തപ്പുന്നെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അതിൻ്റെ അകത്ത് ഉണ്ട് ഞാൻ കൊടുക്കാനുള്ളതും വാങ്ങാനുള്ളതും, അത് രണ്ടും ഉണ്ടാവും. അപ്പൊ അത് നോക്കിയാൽ തന്നെ ക്ലിയർ ആയി. പിന്നെ ഡെയിലി കണക്കുണ്ടെങ്കിൽ ഡെയിലി എഴുതാം. ഇപ്പൊ വളരെ ഈസിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ നമ്മൾ ചെയ്യാൻ മനസ്സ് വേണം. അതേപോലെ തന്നെയാണ് വസിയത്തും. നമ്മൾ കടം എഴുതി വെക്കുന്നത് പോലെ തന്നെ വസിയത്തും എഴുതി വെക്കണം. അത് സ്വത്താണെങ്കിലും ശരി, ഇപ്പൊ എന്റെ മയ്യത്ത് ഇന്നാള് കുളിപ്പിക്കണം എന്ന് എനിക്കൊരു വസിയത്ത് ഉണ്ട് വിചാരിക്കാം. വസിയത്ത് പല ജാതിയുണ്ട്. അപ്പോ അത് എഴുതി വെക്കണം. അപ്പൊ ഹലാലായ വസിയത്തുകൾ നിറവേറ്റാൻ അനന്തരാവകാശികൾക്ക് ബാധ്യതയുണ്ട്. അപ്പൊ ആ ബാധ്യത അയാൾ നിർവഹിക്കും. രേഖപ്പെടുത്താത്ത വസിയത്ത് ഉണ്ടായാലും ബാധകം തന്നെയാണ്. സാക്ഷി ഉണ്ടായാൽ മതി. പക്ഷെ അതൊക്കെ പിന്നീട് ഒരു ഡിസ്പ്യൂട്ടിന് ചിലപ്പോൾ കാരണമായേക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തരാവകാശികൾ ഈ പുതിയ കാലത്ത് എന്തെല്ലാം ചെയ്തു കൂട്ടാന്ന് ഒന്നും പറയാൻ പറ്റൂല. പുതിയ കാലത്ത് എന്നല്ല, പഴയ കാലത്തും എല്ലാ കാലത്തും ഉണ്ടത്. അപ്പൊ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തർക്കം ഉണ്ടാവാനോ ഒക്കെ അത് കാരണമാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ എപ്പോഴും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ, ഇടപാടുകൾ തീർക്കുകയാണ് വേണ്ടത്. അത് ഒട്ടും നല്ലതല്ലാത്ത ഒരു കാര്യമാണ്. നല്ലതല്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളാണോ ആദ്യം മരിക്കുക, മക്കളാണോ ആദ്യം മരിക്കുക എന്നുള്ളതിൽ നിങ്ങൾ തീരുമാനം എടുക്കരുത്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്യരുത്. അത് നിങ്ങൾ ബാധ്യത അല്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബാധ്യതയാണ്. ഒരാൾ മരിച്ചാല് അയാളുടെ മക്കൾക്ക് ഉള്ള സ്വത്തിൽ അവർക്ക് എല്ലാ സ്വത്തിലുമാണ് അവകാശം. മനസ്സിലായോ? 10 സെന്റ് സ്ഥലമുള്ള ഒരാളാണെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ ഈ 2 മക്കൾക്ക് ഈ 10 സെന്റിലും കൂടിയാണ് അവകാശം. ഇന്നേടത്തുള്ള സെന്റ്, മേത്തല പറമ്പ്, താഴെ പറമ്പ് എന്നൊന്നുമില്ല, എല്ലാറ്റിലുമാണ് അവകാശം. ആ അവകാശം അവർ ഇരുന്ന് തീരുമാനിക്കണം. അവർക്ക് ഇരിക്കുമ്പോ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല, മധ്യസ്ഥനെ കൂട്ടിയിരിക്കണം.
അപ്പൊ എന്തായെന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പാണ്. പിന്നെ ആ സ്വത്തില് ഒരേക്കർ സ്ഥലമുണ്ട്, കുറച്ച് വയലാണ്, കുറച്ച് റോഡ് സൈഡാണ്, കുറച്ച് മലന്റെ മുകളിലാണ്, ഒന്ന് ടൗണിൽ മുട്ടായിത്തെരുവിലാണ്. അപ്പൊ മുട്ടായിത്തെരുവിലുള്ളത് മൂത്താക്ക്, മറ്റേത് ഇളാക്ക് എന്നില്ല. അനന്തര സ്വത്ത് ഒരേക്കറാണെങ്കിൽ 3 മക്കളാണ് എങ്കിൽ ആ 3 മക്കളും പിന്നെ ഉമ്മ ബാക്കിയുണ്ടെങ്കിൽ, ഉമ്മ മീൻസ് ഭാര്യ, അയാളുടെ ഭാര്യ ബാക്കിയുണ്ടെങ്കിൽ ഈ ഭാര്യ കെട്ടലൊന്നും, ഇത് മൊത്തം സ്വത്തിലാണ് പാർട്ട്ണർഷിപ്പ്. അപ്പൊ മുട്ടായിത്തെരുവിലെ സ്വത്തിലും ഇവരുണ്ടാകും, ഇവിടുത്തെ സ്വത്തിലും ഉണ്ടാവും, വയലിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. അങ്ങനെയാണ്. അപ്പൊ ഇത് കൂട്ടു സ്വത്താണ്. പിന്നെ ആ കൂട്ടു സ്വത്ത് എല്ലായിടത്തും ഉള്ളതിൽ എല്ലാവർക്കും അവകാശമുണ്ട്. പിന്നെ ഇവരിരുന്നിട്ട് തീരുമാനിക്കണം. എന്ത് തീരുമാനിക്കണം? ആ സ്വത്ത് ഇന്ന ആൾക്ക്, ഈ സ്വത്ത് ഈ എടുത്തോ, ആ മുട്ടായിത്തെരുവിലെ സ്വത്തായതുകൊണ്ട് എനിക്ക് 1.5 സെന്റ് മതി, അതിന് പകരം ഈ ഇവിടെ 35 സെന്റ് ഉള്ള ഈ എടുത്തോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യാം? തീരുമാനിക്കാം. സ്വന്തം തീരുമാനിക്കാൻ കഴിയില്ലെങ്കിൽ അവര് മധ്യസ്ഥനെ കൂട്ടി അത് തീരുമാനിക്കണം എന്നതാണ്. അപ്പൊ അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. അത് അള്ളാഹുവിന്റെ വസിയത്താണ്. അനന്തര സ്വത്ത് അതങ്ങനെ തന്നെ നടക്കണം. അങ്ങനെ തല്ലുകൂടാതെ ഒരുമിച്ചിരുന്ന് ഓരി വെക്കാൻ പാകത്തിൽ മക്കളെ പോറ്റുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഞാനങ്ങ് മരിച്ച അബലങ്ങ് തല്ലുവിടുന്ന ഞങ്ങൾ പിന്നെ എന്തേലും വരെ പഠിപ്പിച്ചു കൊടുത്ത് ഇത്രയും കാലം എന്നതാണ് പ്രശ്നം. ഓക്കെ. ആ അത് ഏതുപോലെയാന്ന് ചോദിച്ചാൽ ആ കുട്ടികൾക്ക് പിന്നെ അവകാശം ഉണ്ടാവൂല. കാരണം നിയമാനുസൃതം ആ കുട്ടിക്ക് അവകാശം ഇല്ലല്ലോ. ഇപ്പൊ എന്റെ സ്വത്തുന്നല്ലേ എന്റെ മക്കൾക്ക് അവകാശം ഉണ്ടാവുള്ളൂ. എന്റെ അനിയന്റെ മക്കൾക്ക് അനിയന്റെ സ്വത്തുന്നല്ലേ അവകാശം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ എനിക്ക് സ്വത്തില്ലെങ്കിൽ എന്റെ അനിയന് സ്വത്തുണ്ട് എന്നുള്ളത് കൊണ്ട് എന്റെ മക്കൾക്ക് അത് കിട്ടുമോ? എന്റെ അനിയൻ ഒരുപാട് സ്വത്തുണ്ട്, ഓൻ വലിയ കോടീശ്വരനാന്ന് വിചാരിച്ചോ, ഞാൻ മരിച്ച എന്റെ മക്കൾക്ക് അത് കിട്ടുമോ? കിട്ടൂല. പക്ഷെ എന്റെ മക്കൾ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്റെ അനിയനെ അവരെ നോക്കുക എന്നുള്ള ധാർമ്മികമായ ഒരു ബാധ്യത. അല്ല, വാപ്പന്റെ സ്വത്ത് എന്ന് പറയുന്നത് മക്കൾക്കല്ലേ കിട്ടൂ. മനസ്സിലായില്ല? എന്റെ സ്വത്ത് ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് കിട്ടും. എന്റെ മക്കൾക്കല്ലേ കിട്ടുള്ളൂ. ആ മക്കളിൽ ഒരാൾ മരിച്ചാൽ ഇല്ല, അങ്ങനെ അനീതി ഉണ്ടാവാം. അതാണ് നീതി. മറ്റേ മക്കൾക്ക് കിട്ടണമെങ്കിൽ ഓരോ വാപ്പക്ക് സ്വത്ത് വേണ്ടേ? എന്താണ്? അത് വസിയത്ത് ചെയ്യണം എന്നുണ്ട്, ഇത്രേ ഉള്ളൂ. ബാക്കി വിശദാംശമൊക്കെ സുന്നത്ത് നാളെ കിട്ടുക. വസിയത്ത് ചെയ്യണം എന്നുള്ള നിയമം ഖുർആനിലുള്ളതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോ ഇതേ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണ്? അതൊരു പ്രശ്നം തന്നെയാണ്, വലിയ പ്രശ്നമാണ്. പക്ഷെ പുതിയ കാലത്ത് വലിയ പ്രശ്നമല്ല. പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാവും ഏത് സമയത്താ മരിച്ചതെന്ന്. അല്ല, വസിയത്തിന് സമയം കിട്ടൂല, അനന്തര സ്വത്തിന് സമയം കിട്ടും. അതായത് വാപ്പ ആദ്യം മരിച്ചാൽ വാപ്പന്റെ സ്വത്ത് മക്കൾക്കുണ്ട്, മോന് ആദ്യം മരിച്ചാൽ മോന്റെ സ്വത്ത് വാപ്പക്കാണുള്ളത്. നിങ്ങൾ പറഞ്ഞ പോലെ ആക്സിഡന്റിൽ രണ്ടാളും കൂടി മരിച്ചാൽ വാപ്പാണോ ആദ്യം മരിച്ചത് മോനാണോ ആദ്യം മരിച്ചത് തിരിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആര് സ്വത്ത് ആർക്കാ പോവാന്ന് വെക്കാൻ പറ്റുള്ളൂ. മോനാണ് മരിച്ചെങ്കിൽ മോന്റെ സ്വത്ത് വാപ്പ കിട്ടും. അല്ല, പിന്നെ കിട്ടൂല എന്നാ പിന്നെയാണ് വാപ്പ മരിച്ചെങ്കിൽ ആ വാപ്പന്റെ അവകാശികൾക്ക് അടുത്ത സ്വത്ത് കിട്ടും. അപ്പൊ ഈ മോന്റെ കുട്ടി കിട്ടൂല. ആരെ മക്കളുണ്ടെങ്കിൽ മരിച്ചുപോയ ആൾക്കുള്ള സ്വത്ത്. ഇതിന്റെ അർത്ഥം ഇപ്പൊ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ മരിച്ചു പോയാല് എന്റെ മക്കൾക്ക് സ്വത്ത് കിട്ടും, അതിൽ തർക്കല്ല. എന്റെ സ്വത്തിൽ നിന്ന് വാപ്പക്കും കിട്ടും, അതിലും തർക്കല്ല. ഇനി ഞാൻ ആദ്യം മരിച്ചു, വാപ്പ പിന്നെയാണ് മരിക്കുന്നത്, ആ സമയത്ത് വാപ്പാന്റെ സ്വത്ത് എന്റെ മക്കൾക്ക് കിട്ടൂല എന്നുള്ള, എന്റെ വാപ്പാന്റെ സ്വത്ത് എന്റെ മക്കൾക്ക് കിട്ടൂല എന്നാണ്. അതല്ലാണ്ട് എന്റെ സ്വത്ത് കിട്ടൂല എന്നല്ല, എന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടും. എന്റെ സ്വത്ത് എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ്
എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സംശയം ചോദിച്ചു. ആ സംശയം നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെട്ടു. എന്താന്ന് വെച്ചാൽ, ഒരു ടീച്ചറാണ്. ടീച്ചറുടെ ഭർത്താവ് മരിച്ചു. ടീച്ചറുടെ ഭർത്താവ് മരിച്ചു. മരിക്കണ സമയത്ത് ഭർത്താവിന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. മനസ്സിലായോ? പിന്നെ വാപ്പ മരിച്ചു എന്നുവെച്ചാൽ അമ്മോശൻ പിന്നെ മരിച്ചു. അപ്പോ സ്വാഭാവികമായിട്ടും അമ്മോശന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ ടീച്ചറെ കുട്ടിക്ക് കിട്ടൂല. എന്തുകൊണ്ടാ കിട്ടാത്തത്? ആദ്യം മരിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് സത്യത്തില് നിങ്ങൾ അമ്മോശൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു? വസിയത്ത് ചെയ്യേണ്ടിയിരുന്നു. പ്രശ്നം അതല്ല. അമ്മോശന് അൽഷിമേഴ്സായി. അപ്പൊ വാപ്പ എന്താണ്, ഈ കുട്ടികളുടെ വാപ്പ, അതായത് ഈ ടീച്ചറുടെ ഭർത്താവ് മരിച്ചതിന്റെ ശേഷം ഒരു വസിയത്ത് ചെയ്യാനെന്നുള്ള ബോധത്തിലല്ല വാപ്പ ഉണ്ടായി. അതുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയുള്ള മാർഗം വാപ്പാന്റെ അൾഷിമേഴ്സ് പരിഗണിച്ച് സഹോദരന്മാർക്ക് എന്ത് ചെയ്യാം? വാപ്പ വസിയത്ത് ചെയ്തതായി കണക്കാക്കി കൊടുക്കാവുന്നതാണ്, ദാനം ചെയ്യാം. പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഇവര് ചോദിക്കാൻ വന്ന ചോദ്യം അതല്ല. എന്താ ചോദ്യം? ഇവന്റെ സ്വത്ത് വാപ്പക്ക് പോയതുണ്ട്, അതിന്റെ ഷെയർ ചോദിച്ചിട്ടാണ് ബ്രദേഴ്സ് വന്നത്. മനസ്സിലായോ? ഇപ്പൊ ടീച്ചറുടെ ഭർത്താവിന്റെ സ്വത്ത്, ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചപ്പോ ആർക്ക് പോയിട്ടുണ്ടാവും? വാപ്പക്ക് പോയിട്ടുണ്ടാവും. ആ വാപ്പ മരിച്ചപ്പോ വാപ്പന്റെ സ്വത്ത് ഓരി വെക്കുമ്പോ എന്താവും വെച്ചാൽ, അവകാശികൾക്ക് കൊടുക്കുമ്പോ ഈ ബാക്കിയുള്ള അനിയന്മാർക്കും അമ്മായിക്കൊക്കെ കിട്ടും. ഈ കിട്ടുന്ന ഓഹരി ആരിതും കൂടി ഉണ്ട്? ഈ ടീച്ചറുടെ ഭർത്താവിന്റെ തന്നെ. അത് വേണമെന്ന് പറഞ്ഞിട്ട് ആര് വന്നിരിക്കുന്നത്? നമ്മൾ ഈ ഇളയച്ചന്മാരെന്ന് പറയുന്ന ആൾക്കാർ വന്നിരിക്കുന്നു. അപ്പൊ അതിന്റെ വിധി എന്താ? ഞാൻ പറഞ്ഞ നിങ്ങൾ കൊടുക്കണം. അപ്പൊ എന്റെ വീട്ടുകാർ പറയുന്നത് ആ പഹയർക്ക് ഒന്നും കൊടുക്കരുത് എന്നാണ്. കാരണം അവരെന്ത് ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല എന്ന് മാത്രല്ല, ഇങ്ങനെ ഒരു ദാനം കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുമില്ല. ഇനിയിപ്പോ ഇവർക്ക് അങ്ങോട്ട് കൊടുക്കണ്ടെന്നാണ് എന്റെ പെരക്കാര് പറയണത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ പെരക്കാർ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഉള്ള സ്വത്താണ് കൊടുക്കണം. പിന്നെ അവര് ചെയ്യാത്തതിന്റെ ഫലം അത് അവർക്ക് അള്ളാഹു വേറെ ഒരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ, നിങ്ങൾക്ക് എന്ത് ഇല്ല, നിങ്ങൾക്ക് ബാധ്യതയില്ല. അപ്പൊ ഈ ടീച്ചറിനോട് പറയാണ്, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചു, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പോയില്ലേ, ഇനിയിപ്പോ മൂപ്പരെ സ്വത്തിൽ ഇപ്പൊ ഇത് പിടിച്ചിട്ട് കാര്യമല്ല ആരും വിചാരിച്ചു എന്ന്. എന്താണ്? ആ ആ ആവോ ആ ആവോ ഉമ്മക്കും വാപ്പക്കും അവകാശം പോവും. ആ ഉമ്മക്കും വാപ്പക്കും ഉള്ള സ്വത്ത് എന്ത് ചെയ്യുന്നില്ല, എപ്പവും നഷ്ടപ്പെടൂല. ഉമ്മക്കും വാപ്പക്കും ഉള്ള സ്വത്ത് ഉണ്ടാവും എന്തായാലും, മക്കൾ മരിച്ചാൽ. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കണതിന്റെ അടിസ്ഥാനം, ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ സ്വത്തിലും വേറൊരാൾക്ക് അവകാശം ഇല്ല. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വത്തിൽ ഒരാൾക്കും അവകാശമില്ല. അത് അയാളുടെ സ്വത്താണ്. ഇപ്പോ ചില മക്കളൊക്കെ വന്നിട്ട് വേറില്ലാണ്ട് വാപ്പനോട് പറയല്ലോ, എന്റെ അവകാശം കന്നൊക്കെ. ആരാ അവകാശം? കൊടുത്തതിലെ കൊല്ലും. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് കൊന്ന ആൾക്ക് ഒരു സ്വത്തുമില്ല. അത് വേറെ നിയമമാണ്. അതായത് ഒരാൾ ആരെയാണോ കൊന്നത്, കൊല്ലപ്പെട്ടവന്റെ സ്വത്തിൽ കൊലപാതകയ്ക്ക് നയാ പൈസ കിട്ടൂല. വാപ്പാനെ മോൻ കൊന്നാൽ വാപ്പാന്റെ സ്വത്തിൽ നയാ പൈസ മോനില്ല. അത് സ്വത്തിന് വേണ്ടി കൊന്നാൽ എന്നല്ല, എന്തിനൊന്നാൽ. ആ നിയമം വമ്പിച്ച സുരക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ. ഇല്ലെങ്കിൽ കോടാനുകൂടി സ്വത്തുണ്ട്, ഒന്ന് സൈസാക്കിയാൽ ഇങ്ങോട്ട് കിട്ടൂ. അങ്ങനെ ചെയ്യണം. അനന്തരാവകാശി ആവുകയില്ല, അനന്തരം എടുക്കുകയില്ല എന്നാണ്. കൊല്ലപ്പെട്ടവന്റെ അനന്തരം കൊലപാതകി എടുക്കുകയില്ല, എടുക്കാൻ പാടില്ല, നിയമമാണ്. ശരി.
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അനന്തര സ്വത്ത് വിഷയം നമുക്ക് പിന്നെ എടുക്കാം. അപ്പോ അവർക്ക് അങ്ങൾ ഈ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് തീർന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ അതെ, പക്ഷെ മാനുഷിക വശം എന്ന് പറയുമ്പോ ഒരു നിയമത്തെ സംബന്ധിച്ചിടത്തോളം കണക്ക് പോലെയാണ്, മാത്തമാറ്റിക്സ് ആണ് നിയമം എന്ന് പറയുന്നത്. ആ കണക്ക് നമ്മളുടെ ഒരു വൈകാരികതയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റൂല. മാറ്റിവെച്ചാൽ ഒന്നല്ല പൊളിയ, മൊത്തം അതിന്റെ സ്ട്രക്ചർ പൊളിയും. അതാണ് പ്രശ്നം. അപ്പൊ നമുക്കിപ്പോ ഒരാളോട് പ്രത്യേകമായ ഒരു അനുകമ്പ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു വൈകാരിക തോന്നുന്നു, ഓക്കെ, ആ വൈകാരികത പരിഹരിക്കാൻ വേറെ മാർഗങ്ങളുണ്ട് നിയമത്തിൽ, അത് സ്വീകരിക്കാന്നല്ലാതെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൊളിക്കാൻ പറ്റൂല. ആ നിയമത്തിന്റെ അടിസ്ഥാനം, ഇപ്പൊ ഷറഈന്റെ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ, മരണപ്പെട്ട ആളുടെ സ്വത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഉള്ള അനന്തരം, അതാണ് അനന്തരം എന്ന് പറയുന്നത്. അപ്പോൾ വാപ്പ മരിക്കുമ്പോൾ മകൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ വാപ്പന്റെ സ്വത്ത് മകന് കിട്ടൂല. അത് നമ്മളിപ്പോ ഒരു വൈകാരികതക്ക് കിട്ടുന്നു വെച്ചാൽ പിന്നെ മോന് മാത്രമല്ല കിട്ടുക, പലർക്കും കിട്ടും നോക്കേണ്ടി വരും. അപ്പൊ ഈ സ്വത്ത് വീതം വെക്കുന്നതിന്റെ ഈ അനന്തരാവകാശ നിയമത്തിന്റെ മൊത്തം ഘടന പൊളിയും. അപ്പൊ അത് പൊളിയാതെ തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വെച്ച വേറെ ഒരു സംവിധാനമാണ് വസിയ്യത്ത്. ആ വസിയ്യത്ത് എന്നത് കൂടി പാലിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ്. അപ്പൊ അത് പാലിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കണ ചോദ്യം കുറച്ചുകൂടി വികസിപ്പിച്ചാൽ ഇതും പാലിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കാവുന്നതാണ്. അപ്പൊ കള്ളത്തരങ്ങളും നിയമലംഘനങ്ങളും കാണിക്കുന്നവരെ വേറെ നിലക്ക് പിടികൂടണം എന്നതാണ്. ശരി, തീർച്ചയായിട്ടും. അതിന് നിയമപ്രാബല്യമില്ല, അങ്ങനില്ല. കാരണം അങ്ങനെ ചെയ്ത പലരെയും നമ്മൾ പിന്നെ വൃദ്ധസദനത്തിലാണ് കണ്ടത്. മനസ്സിലായോ? അപ്പൊ ഈ മരണശേഷം എന്ന് പറഞ്ഞൊരു സംഗതിക്ക് നിയമപ്രാബല്യമില്ല. കൊടുക്കുകയാണെങ്കിൽ അപ്പങ്ങൾക്ക് കൊടുക്കാം, പക്ഷെ അപ്പങ്ങൾക്ക് കൊടുത്താൽ ഉള്ള പ്രശ്നം എന്താണ്? പിന്നെ മാറി. പെൺകുട്ടികൾ മാത്രമാണ് തീരെ കോംപ്ലിക്കേഷൻ ഇല്ല. പെൺകുട്ടികൾ മാത്രമാകുന്നതിന് വളരെ കൃത്യമായ നിയമമുണ്ട്. ആ കൃത്യമായ നിയമം എന്താന്ന് ചോദിച്ചാൽ, അന്നേരം ഈ ആകെ പ്രശ്നം ഇവരുടെ ബ്രദറിന് സ്വത്ത് പോകുന്നുള്ളതാണ്. മൊത്തം പോകുന്നൊന്നുമില്ല, മൊത്തം സ്വത്തൊന്നും പോണില്ല. എന്ന് പറഞ്ഞാൽ അതെ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 പെൺകുട്ടികൾ മാത്രം ഒരാൾക്ക്, അല്ലെ 3 പെൺകുട്ടികൾ മാത്രം. അങ്ങനെ വന്നാൽ ഈ മരിച്ചുപോയ വാപ്പാന്റെ സ്വത്തിൽ വാപ്പാന്റെ ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ ഒരു വിഹിതം പോകും. ഒരു വിഹിതമാണ് പോവുക. ഈ 3 പെൺകുട്ടിന്റെ കൂടെ ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിലോ ആർക്ക് പോവില്ല? ഏട്ടനും അനുജനും പോലാണ്, ഈ ആൺകുട്ടിക്ക് പോവില്ലേ? എന്ന് പറഞ്ഞാൽ അപ്പൊ ആൺകുട്ടിക്ക് പോയതിന്റെ ബാക്കിയല്ലേ പെൺകുട്ടി കിട്ടുള്ളൂ. ഈ പെൺകുട്ടിക്ക് എവിടെ നഷ്ടാവുന്നത്? അതായത് ഞാൻ ചോദിക്കുന്നത്, പെണ്ണിന് എന്തോ സംഭവിച്ചു പോയി എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ഉണ്ടായിരുന്നെങ്കിൽ സ്വത്ത് ആൺകുട്ടിക്കും കൊടുക്കണം, പെൺകുട്ടിക്കും കൊടുക്കണം. പെൺകുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ പെൺകുട്ടിക്ക് തന്നെ കിട്ടൂ. ഈ ആൺകുട്ടിക്ക് ഉണ്ടായിരുന്ന സ്വത്ത് എളാപ്പക്കും മൂത്താപ്പക്കും പോവും, അതിനോക്കെന്താ? അത്രയും പോവില്ല, അതിന്റെ പകുതിയെ പോവുള്ളൂ. അപ്പോ പെണ്ണിന് ഒന്നും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ അതേ സമയത്തോ തിരിച്ച് ഈ പെണ്ണിന്റെ വലിയ ഈ സംരക്ഷകൻ, ചെലവിന് കൊടുക്കേണ്ട ബാധ്യത മരണം വരെ, അതായത് ഇവിടെ കല്യാണം കഴിച്ചു വിട്ടാൽ ഭർത്താവ് നോക്കണം, ഭർത്താവ് തലാക്കില്ല, പിന്നെ ഈ ആരടുത്തേക്ക് തിരിച്ചു വരും? ഏളാപ്പൂത്താപ്പരത്തേക്ക് തിരിച്ചു വരും. സംരക്ഷണോത്തരവാദിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അനന്തര സ്വത്ത്. അതാണ്. ഓല് നോക്കൂലെന്ന് വെച്ചാൽ സ്വന്തം മക്കളെ നോക്കാത്ത വാപ്പാരില്ലേ, ഉമ്മനെയും വാപ്പാരെയും നോക്കാത്ത മക്കളില്ലേ? നിയമം ലംഘിക്കുന്നവരെ വെച്ചിട്ടല്ലല്ലോ നിയമം ഉണ്ടാക്കുക. ഓല് നോക്കൂലല്ലോ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ വാപ്പാര് ജീവിച്ചിരിക്കെ തന്നെ എളാപ്പാരാ നോക്കണത്, അങ്ങനത്തെ ഇല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ നോക്കൂലല്ലോ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല, ഒരർത്ഥമില്ല. അപ്പൊ എന്താണ്? കൃത്യമാണ്, ഇന്ന ആൾക്ക് ഇത്രേ,
മറ്റൊരാൾക്ക് ഇത്രേ കൊടുക്കണം. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു, ബാധ്യത ഉണ്ടാകുന്നു. ഇനി ഇക്കാക്ക മരിച്ചുപോയി, ഇക്കാക്ക മരിച്ചപ്പോ ഇക്കാക്കന്റെ ഭാര്യനെ ഇയാൾ എന്നെ കല്യാണം കൂടി കഴിച്ചാൽ അപ്പൊ എന്തായി? ഉഷാറായി, വളരെ സേഫായി. അപ്പോ നിയമത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾ കുറച്ചു നേരം ഉണ്ടാകുന്ന അത് പൂർത്തിയാക്കാം. വല്ലതീല യുദ്ധമിൻകും ഭാഷ സമ്മതിക്കില്ല, ചർച്ച ചെയ്യാം. പക്ഷെ മാഷ് പറഞ്ഞാൽ ഞാൻ അടിവരിടുന്നു, ഈ സബ്ജക്റ്റ് എല്ലാവർക്കും കിട്ടണം. നമ്മളെ നാട്ടില് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. പിന്നെ മാത്രവുമല്ല, പലപ്പോഴും നമ്മൾ ദീനുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ തന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തുന്നു. വലിയ വീഴ്ച. ഞാനിപ്പോ അടുത്തൊരു സ്വത്ത് ഓരിയേക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തിലേക്ക് വിളിച്ചപ്പോ ഞാൻ പോയി. അപ്പൊ പോയപ്പോ പിന്നെ അവരെ ചർച്ച എന്താന്ന് ചോദിച്ചാല്, ഉമ്മാക്ക് ഒരു ഓഹരി ഉണ്ടാവുമല്ലോ, അതുണ്ടാവും. അപ്പൊ അത് ഉമ്മാക്ക് കൊടുക്കണം, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഉമ്മ ഏത് മോന്റെ അടുത്താണോ നിൽക്കുന്നത് ആ മോന് കുറച്ചും കൂടി കൂട്ടിക്കൊടുക്കണം. ഞാൻ വെച്ചാൽ എന്തിനാ? അല്ല, ഉമ്മ അവിടെ ആണല്ലോ നിൽക്കണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വലിയ തെറ്റാണ്. എന്താണ് തെറ്റ്? എന്താണ് തെറ്റ്? അതോട് കൂടിയിട്ട് ആരുമ്മായി? അപ്പൊ നിങ്ങളെ ഉമ്മാനെ നോക്കണത് ഇത് കൂട്ടി തന്നിട്ടാ? ഇനി ഇപ്പൊ ഓരിയൊക്കെ നിങ്ങൾക്ക് 45 ലക്ഷത്തിന്റെ മുതൽ ഉണ്ടായതുകൊണ്ടല്ലേ, ഒരു മുതലും ഇല്ലെങ്കിൽ നിങ്ങളുമ്മനെ ആരാ നോക്കുക? അപ്പോ ഇങ്ങനൊക്കെ പല തെറ്റിദ്ധാരണകളും നമുക്കുണ്ട്. അപ്പോ ഉമ്മാനെയും ബാപ്പാനെയും നോക്കേണ്ടത് ഇത് കുറച്ചധികം കൂട്ടിക്കൊടുത്തിട്ടല്ല. അത് ഉമ്മാനെയും ബാപ്പാനെയും നോക്കുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ബാധ്യതയാണ്. ഒരു നയാ പൈസ സ്വത്തില്ലെങ്കിലും ചെയ്യേണ്ട ബാധ്യതയാണ്. ആ ഉമ്മാക്ക് തിന്നാൻ കൊടുത്തിട്ട് തിന്നാൻ കിട്ടിയെങ്കിലേ തിന്നാൻ പാടുള്ളൂ ഒരാൾ. അതേസമയത്ത് സ്വത്ത് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഗതി. അപ്പൊ അത് ഉമ്മാന്റെ സ്വത്ത് ഉമ്മാക്ക് തന്നെ കൊടുക്കണം. അപ്പൊ ഉമ്മാന്റെ സ്വത്ത് ഉമ്മാക്കുള്ളതാണ്. ആ ഉമ്മ പറയും പോലെ ചെയ്യണം. ഉമ്മക്ക് പൈസ ആയിട്ട് വേണം പൈസ ആയിട്ട് കൊടുക്കുക, പറമ്പായിട്ട് വേണം പറമ്പായിട്ട് കൊടുക്കുക. എന്നിട്ട് ഉമ്മാന്റെ പറമ്പാടന്നോട്ടെ, ഉമ്മാന്റെ പറമ്പാടന്നോട്ടെ. എന്നിട്ട് അപ്പോ മോന്റെ ചോദ്യം, ഉമ്മാന്റെ ഇനിയിപ്പോ പിന്നെ ഉമ്മാക്ക് എന്താ സംഭവിച്ചാ പിന്നെ നമ്മൾ ഇരിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ, ആരെ പറഞ്ഞു ഉമ്മക്ക് ആദ്യം സംഭവിക്കാതെ? ഉമ്മാക്ക് സംഭവിച്ചാൽ ഇരിക്കേണ്ടതിനും കൂടി ഇപ്പൊ തന്നെ ഇരിക്കുകയാണ്. അപ്പോ ഞാൻ ചോദിച്ചു, ഉമ്മാക്ക് ആദ്യം ഉമ്മാനായി പറയണത്, ഉമ്മാക്ക് ആദ്യം സംഭവിക്കാന്ന് ആരെങ്കിലോ പറഞ്ഞ് ചിലപ്പോ എന്റെ സ്വത്ത് ഓരിയൊക്കെ നയിക്കുമ്പോ എല്ലാവരും ഇരിക്കേണ്ടി. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. നമ്മൾ ഈ മാവേലി സ്റ്റോറിൽ പോയ മാതിരി ആദ്യം വന്നല്ലോ, ആദ്യം പിന്നെ പോയാൽ നമ്മളിപ്പോ സമാധാനിച്ച് നിൽക്കണം. എന്താ വല്യാപ്പ ഉണ്ടല്ലോ, മൂപ്പര് കഴിഞ്ഞിട്ട് മൂത്താപ്പ, അതും കഴിഞ്ഞിട്ട് ബാപ്പ, ആ ഇക്കാക്ക, ഇതെല്ലാം കൂടി ഇന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് കുറെ നേരം പിടിക്കുന്നുള്ള ആൾക്കാർ. ഒരു നമുക്ക് തിരിയണ ക്യൂ സിസ്റ്റവും ഇതിലില്ല. ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യരുത്? വീട്ടിൽ നിന്ന് നിങ്ങൾ പോകാൻ പറയരുത്. ഇനി അഥവാ ഒരു പെണ്ണിന് ഭർത്താവ് മരിച്ചു, അപ്പൊ ആ പെണ്ണിന് തോന്നുകയാണ് എനിക്ക് എന്റെ വീട്ടിൽ തന്നെ പോയി നിൽക്കട്ടെ, അല്ലെങ്കിൽ എന്റെ രക്തബന്ധുക്കളുടെ, എന്റെ എളാമന്റെ അവിടെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മൂത്താപ്പന്റെ അവിടെയൊക്കെ പോയി നിൽക്കാം എന്ന് തോന്നിയിട്ട് അവര് പോവാണെങ്കിൽ നിങ്ങൾ പിടിച്ചു വെക്കണ്ട, അവർ പോയിക്കോട്ടെ. അത് അവരുടേതായ ഇഷ്ടമാണ്. ഈ അംഫുസിഹിന് അവരുടെ കാര്യത്തിൽ അവർ ചെയ്യുന്ന. അപ്പൊ അവിടെ തീരുമാനാധികാരം ആർക്ക് കൊടുക്കുന്നു? നിങ്ങൾ നോക്കൂ, പെണ്ണിന് തീരുമാനിക്കാൻ ഒരു അവകാശം ഇല്ല എന്നല്ല, പെണ്ണിന് തീരുമാനിക്കേണ്ട അവകാശ സമയങ്ങളും ഉണ്ട്. അപ്പൊ പെണ്ണിന് അവിടെ തീരുമാന അവകാശം കൊടുക്കുകയാണ്. ഈ അംഫുസിഹിന്ന അവളുടെ കാര്യത്തിൽ അവർ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് കുറ്റമില്ല. മഅറൂഫ്, അത് ന്യായമായിരിക്കണം. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നന്മ എന്ന് പറയുന്നതിന്റെ നിർവചനം നാലാൾ അറിയുന്നത് എന്നാണ്. അതാണ് അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നല്ലേ. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത്. അറിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നന്മക്കാണിത് പറയാം. ഒരാൾ അറിയുന്നതിന് കുഴപ്പമില്ലാത്തത്, നാട്ടിൽ മോശമല്ല, തെറ്റല്ല എന്ന് ആളുകൾ അതൊരു നല്ല കാര്യം കേട്ടോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഓളൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം എന്താണ്? ഇപ്പോ ഭർത്താവ് മരിച്ചു, അപ്പോ തറവാട്ടിലാണ് ഉള്ളത്. അവിടെ ഭർത്താവിന് അനിയന്മാരേ ഉള്ളൂ.
അനിയന്മാർ അന്യരാണ്. അപ്പൊ ഓൾ അവിടെ ഇങ്ങനെ നിൽക്കണതിൽ എന്തില്ല, ഒരു കഥയില്ല. അപ്പൊ ഓൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, സ്വന്തം വീട്ടിലേക്കോ, ഇനി വിവാഹബന്ധം നിഷിദ്ധമാ ആൾക്കാരുണ്ടാവും വേറെ, അപ്പൊ അവരുടെ അടുത്തേക്കോ ഒക്കെ പോകണം എന്ന് തീരുമാനിച്ചാൽ പോകാം, അതിന് കുഴപ്പമില്ല. കാലത്തിന്റെ നിയമം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സ്ഥലം മാറാം. ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സ്ഥലം മാറാം. വലിൽ മുത്തല്ലഖാത്തി മതാഅൻ ബിൽ മാറൂഫ്. ഇനി വിവാഹമോചിതരിലേക്ക് വരികയാണ്. നേരത്തെ മരിച്ച ആൾക്കാരെ പറ്റി പറഞ്ഞു, ഇനി വിവാഹമോചിതരിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. മതാഉൻ ബിൽ മാറൂഫ് എന്ന് പറഞ്ഞാൽ മാന്യമായ ജീവിത വിഭവമുണ്ട്. മാന്യമായ ജീവിത വിഭവം ഉണ്ട്. ആർക്ക്? ഈ ആയത്താണ് നമ്മുടെ ഷബാനു കേസിൽ കോടതിയിൽ വന്ന വിഷയം. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, അഡ്വക്കേറ്റ് മുഹമ്മദ് എന്താ പേര് അദ്ദേഹത്തിന്റെ, അപ്പൊ അദ്ദേഹവും ആയിട്ടുള്ള കേസാണ്. അപ്പൊ ഷാബാനു ബീഗം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അനന്തര സ്വത്തിന് വേണ്ടി, അല്ല സോറി, എന്താ പറയാ, ജീവനാംശം, അതായത് ഒഴിവാക്കി, ഭർത്താവ് ഒഴിവാക്കിയതിന് ശേഷവും ചെലവിന് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ഇസ്ലാമിക ശരീഅത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ത്വലാഖ് ചൊല്ലിയ പെണ്ണിന് ചെലവിന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പെണ്ണിന്റെ അന്തസ്സിനും നിരക്കാത്തൊരു കാര്യമാണല്ലോ. ഒരുത്തനെ ഒഴിവാക്കി, ഓനോളെ വേണ്ട, പിന്നെ ഓന്റെ ചെലവിന് ഇവള് എന്ന് പറയുന്നത് അവളുടെ മാന്യതയ്ക്കും അന്തസ്സിനും നിരക്കാത്ത കാര്യമാണ്. പക്ഷെ കോടതി ഈ ആയത്ത് കൈകാര്യം ചെയ്തു. വലിൽ മുത്തല്ലഖാത്തി മതാഅൻ ബിൽ മാറൂഫ്, വിവാഹമോചിതർക്കും ന്യായമായ നിലയിൽ ജീവിത വിഭവം നൽകണം. ഇത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് മതാഅ് നൽകുക എന്നാണ്. മതാഅ് എന്ന് പറയുന്നത് വിവാഹമോചന സമയത്ത് അവളുമായി പിരിയുന്ന നേരത്ത് അവൾക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. അത് വാങ്ങിയിട്ട് അത് ഒക്കെ വാങ്ങാം, അത് അവളുടെ അവകാശമാണ്. അത് കഴിഞ്ഞു, പിന്നെ ഇവർ തമ്മിൽ എന്തില്ല, കണക്ഷൻ ഇല്ല. പക്ഷെ കോടതി വിധിച്ചത് 129 രൂപയും 20 പൈസയും മാസം മാസം ഇവർക്ക് കൊടുക്കണം എന്നാണ് കോടതി അന്ന് വിധിച്ചത്. അങ്ങനെ കൊടുത്തത്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ, ഈ കക്ഷിക്ക് അന്ന് 60,000 രൂപയായി, അങ്ങനെയാണ് എന്റെ ഓർമ്മ. 60,000 രൂപയാണ് ഇയാളുടെ വരുമാനം. അപ്പൊ 60,000 രൂപ വരുമാനമുള്ള ഇയാൾ മാസാമാസം ഈ സംഖ്യ എന്ത് കൊടുക്കണം? നിങ്ങൾ ഈ സംഖ്യ കേട്ടിട്ട് ബേജാറായല്ല, കാരണം എന്ന് പറഞ്ഞാല് ആ കാലവും കൂടി ഓർമ്മിക്കണം. അപ്പൊ അന്ന് ആ പൈസ കൊടുക്കണം എന്ന് വിധിച്ചു. പക്ഷെ വേറെ ഒരു കല്യാണം നടക്കുന്നത് വരെ ഇയാൾ എന്ത് ചെയ്തോളണം, ഓൾക്ക് കൊടുക്കണം എന്നാണ് വിധി. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇതിന്റെ റൂഹിന് നിരക്കാത്ത വിധിയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, മാന്യമായിട്ട് ആ സമയത്ത് ഒരു സംഖ്യ കൊടുത്ത് ഇവർ തമ്മിൽ പിരിയുന്നു. പിരിഞ്ഞു കഴിഞ്ഞാൽ അന്യരായി. അങ്ങനെയാണ്. മറ്റേത് ഇയാൾ ഇങ്ങനെ ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, വേറെ ആൾ കെട്ടണവരെ. ഈ പായച്ചിന് ഒരാൾ കെട്ടണില്ലല്ലോ എന്നതാണല്ലോ പിന്നെ. കാരണം എന്താന്ന് വെച്ചാൽ, ഒരാൾ കെട്ടുന്നവരെ ഇത് കൊടുക്കണ്ടേ. അപ്പൊ ഇവർ തമ്മിൽ വെറുപ്പുണ്ടാവാനും അതൃപ്തി ഉണ്ടാകാനും അന്തസ്സില്ലായ്മ ഉണ്ടാവാനും ഒക്കെ അതൊരു കാരണമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താന്ന് വെച്ചാൽ, മത്താവ് കൊടുക്കുക. മത്താവ് മാന്യമായിരിക്കണം. എന്തോ ഒരു 10-500 കൊടുത്ത് ഒഴിവാക്കലല്ല. അതേ സമയത്ത് ഇവന്റെ ജീവിതം മൊത്തത്തിൽ താളം തെറ്റുന്ന രീതിയിൽ കൊടുക്കലല്ല. മാന്യമായ നിലയിൽ ആ വീടിനും കുടുംബത്തിനും സാമ്പത്തിക അവസ്ഥക്കും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള, അതിനൊരു ഒരു നിശ്ചിതമായ ഒരു സംഖ്യ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിശ്ചിതമായത് പറയാൻ കഴിയില്ലല്ലോ. അപ്പോ ഒരേ കാലത്ത് തന്നെ വ്യത്യസ്ത കുടുംബത്തിൽ വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുണ്ട്. അത് സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലൊക്കെ ഇസ്ലാം കാണിച്ചിട്ടുള്ള വിശാലതയാണ്. ഒരാളുടെ നെസസറി വേറെ ആളുടെ ലക്ഷറി ആയിരിക്കും. അങ്ങനെയുണ്ട്. ഇപ്പോ ഒരാള് കാറിൽ പോകുന്നു, എല്ലാവർക്കും ആ കാറിൽ പോകല് അത്യാവശ്യമായിരിക്കൂല. അപ്പോ ചില ആളുകളുടേത് അത് ലക്ഷറി ആയിരിക്കും. അയാൾ കാറ് പോകണ്ട, അയാൾ ഓട്ടോറിക്ഷ പോലെ തന്നെ ലക്ഷറി ആയിരിക്കും. അതേ സമയത്ത് ഒരാൾക്ക് നെസസറി ആയിരിക്കും. അപ്പോ അത്യാവശ്യ അടിസ്ഥാന സൗകര്യത്തിൽപ്പെട്ടതായിരിക്കും. അങ്ങനെയുണ്ടാവും. അതൊക്കെ ആളുകളുടെ ഓരോരുത്തരുടെയും അവർ ഇരിക്കുന്ന സ്ഥാനം, അവരുടെ ചുമതല, അവരുടെ അവസ്ഥ, അവരുടെ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ വെച്ചുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്. അത് ഇസ്ലാം അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പിന്നെ ഈ ഇസ്ലാം സോഷ്യലിസവുമായിട്ട് ഏറ്റുമുട്ടുന്നത്. എല്ലാവർക്കും ഒരൊറ്റ വെട്ട്, അങ്ങനല്ല. അവരുടെ അവസ്ഥയും സ്ഥിതിയും അനുസരിച്ച് എന്ത് ചെയ്യാം, കൂടെയും കുറെയൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ.
അപ്പൊ ഇവിടെ മതാ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ ഓരോരുത്തരുടെ ജീവിത അവസ്ഥ അനുസരിച്ച് മാന്യമായ നിലയിൽ കൊടുക്കുക. ഹഖൻ അലൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങളുടെ ബാധ്യതയാണ് എന്നാണ്. ഹക്ക് എന്ന് പറഞ്ഞാല് അവകാശം എന്നും അർത്ഥമുണ്ട്, ബാധ്യത എന്നും അർത്ഥമുണ്ട്. ഹക്കൻ അല എന്ന് പറയുന്നതോട് കൂടിയിട്ട് അത് ബാധ്യത എന്നുള്ളിടത്തേക്ക് വരും. ആരുടെ ബാധ്യതയാണ്? മുത്തഖീങ്ങളുടെ ബാധ്യതയാണ്. നേരത്തെ പറഞ്ഞിരുന്നു മുഹ്സിനീങ്ങളുടെ ബാധ്യതയാണ് എന്ന് കുറച്ച് ആയത്ത് മുമ്പേ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഖിലൂൻ. കദാലിക അപ്രകാരം യുബയ്യിനുല്ലാഹു അല്ലാഹു വിവരിക്കുന്നു ലക്കും നിങ്ങൾക്ക് ആയാതിഹി അവന്റെ വചനങ്ങളെ ലഅല്ലക്കും തഖിലൂൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നിങ്ങൾക്ക് ഇതൊക്കെ വ്യക്തമായി വിശദീകരിച്ച് തരുന്നത്. ചിന്തിക്കുന്നവനല്ല എങ്കിൽ ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു കഥയുണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.